അടുത്ത നമുക്ക് വേ ഫ്രാഗൻ, അതായത് W ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം ജർമ്മനിൽ. വേർ എന്നുള്ളതിന് വോ എന്നാണ് പറയുന്നത്. വാട്ട് എന്നുള്ളതിന് വാസ് എന്നാണ് പറയുന്നത്. ഹൂ, വെർ. വെൻ എന്നുള്ളതിന് വാൻ. വൈന് വാറും. വിച്ച്, വെൽഷെ. ഹും എന്നുള്ളതിന് അക്യുസാറ്റീവ് ആണെങ്കിൽ വെൻ എന്നും ഡാറ്റീവ് ആണെങ്കിൽ വെം എന്നും വരും. ഫ്രം വേർ എന്നുള്ളതിന് വൊഹേർ. ടു വേർ എന്നുള്ളതിന് വൊഹെൻ. ഹൗ എന്നുള്ളതിന് വി. വാട്ട് ഫോർ എന്നുള്ളതിന് വാസ് ഫ്യൂർ. ഹൗ മച്ച്, വി ഫീൽ. ഹൗ മെനി, വി ഫീലെ. ഹൗ ലോങ്, വി ലാംഗെ. വിത്ത് ഹോം, മിറ്റ് വെം. വാട്ട് ടൈം, വി സ്പേറ്റ്. ഇങ്ങനെയാണ് ജർമ്മനിലെ W ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ, അതായത് W ക്വസ്റ്റ്യൻസ് എഴുതുന്നതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വേ ഫ്രാഗെ, അതായത് W വേർഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വോ, വാസ്, വർ, അത്. പിന്നെ കോൺജുഗേറ്റഡ് വേർഡ്, സബ്ജക്ട്, ഒബ്ജക്ട്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയായിരിക്കും സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്. എങ്ങനെ? വേ ഫ്രാഗെ, അതായത് W വേർഡ്, കോൺജുഗേറ്റഡ് വേർഡ്, സബ്ജക്ട്, ഒബ്ജക്ട്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇതിന്റെ. വേർ ആർ യു, വോ, ബിസ്റ്റ് ദു. വേർ എന്നുള്ളതിന് ഇവിടെ വോ എന്ന് പറഞ്ഞു. ആദ്യം W വേർഡ് വന്നു, വേർബ് വന്നു, സബ്ജക്ട് വന്നു, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ഇങ്ങനെയാണ് സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്. വാട്ട് ഡു യു ഡു, വാസ് മാർക്സ്ഡ് ദു. ഹൂ ആർ യു, വേർ ഹൈസ്റ്റ് ദു അല്ലെങ്കിൽ വേർ ബിസ്റ്റ് ദു. വെൻ ഈസ് യുവർ ബർത്ത്ഡേ, വാൻ ഈസ് ഡൈനെ ഗെബൂട്ട്സ് പാർട്ടി. വൈ ആർ യു കമ്മിങ്, വാറും കോംസ്റ്റ് ദു. വിച്ച് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്, വെൽഷെ സ്പ്രാഖൻ സ്പ്രിഷ്ട് ദു. ഹും ഡു യു ലവ്, വെൻ ലീബ്സ്റ്റ് ദു. From where do you come, woher kommst du. Where are you going, wohin gehst du. How are you, wie geht es dir. How much does a bicycle cost, wie viel kostet ein Fahrrad. How many children do you have, wie viele Kinder hast du. How often do you play football, wie oft spielst du Fußball. ഇങ്ങനെയായിരിക്കും ഈ വേ ഫ്രാഗയുടെ ക്വസ്റ്റ്യൻ, അതായത് വേ ഫ്രാഗയുടെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയായിരിക്കും. അടുത്ത നമുക്ക് യാ ഓർഡർ 9 ഫ്രാഗെ പഠിക്കാം. അതായത് യാ ഓർഡർ 9 ഫ്രാഗെ എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം യെസ് അല്ലെങ്കിൽ നോ എന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ യാ ഓർഡർ 9 ഫ്രാഗെ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആൻസർഡ് വിത്ത് യെസ് ഓർ യാ ഓർഡർ 9. അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് ആദ്യം വെർബ് വരും, സബ്ജക്ട് വരും, പിന്നെ ബാക്കി റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് ഒബ്ജക്റ്റും അതെല്ലാം വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യം കോൺജുഗേറ്റഡ് വെർബ് ആണ് വരുന്നത്. സബ്ജക്ട് അനുസരിച്ചുള്ള കോൺജുഗേറ്റഡ് വെർബ് വന്നതിന് ശേഷമേ സബ്ജക്ട് വരത്തുള്ളൂ. ഇവിടെ W വേർഡ് നമ്മൾ യൂസ് ചെയ്തില്ല. ഇവിടെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പൊ ഞാൻ പറയുവാണ് ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യ, ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. കോംസ് ടു ഔസ് ഇന്ത്യൻ, ആർ യു കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് ചോദിക്കാനായിട്ട് അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വരുന്നത്, യെസ് അല്ലെങ്കിൽ നോ. യെസ് ഐ കം ഫ്രം ഇന്ത്യ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെർബിനെ ഇട്ടു, സബ്ജക്റ്റിനെ ഇട്ടു, ബാക്കി എന്താണ് പ്രിപ്പോസിഷനും ബാക്കി റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് ഇട്ടു. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഡു എന്ന സബ്ജക്ട് വന്നുകൊണ്ട് അതിനെ കോൺജുഗേറ്റ് ചെയ്ത് കൊമ്മൻ എന്നുള്ള വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് കോംസ്റ്റ് എന്ന് എഴുതി. അടുത്തത് ലേൺസ് ടു ഡോയിഷ്, ഡു യു ലേൺ ഡോയിഷ് ജർമ്മൻ. ബിസ് ടു മ്യൂഡേ, ആർ യു ടയേർഡ്. ഇങ്ങനെയാണ് സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്. ഇനി മൊഡാൽ വേർബ്സിന്റെ കൂടെ വരുവാണെങ്കിൽ എങ്ങനെ വരും? അതിന് ആദ്യം നമ്മൾ കോൺജുഗേറ്റഡ് മൊഡാൽ വേർബ് എഴുതും, അതിനുശേഷം സബ്ജക്ട്, പിന്നെ റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് ലാസ്റ്റില് മെയിൻ വേർബ് നമ്മൾ ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതും. എങ്ങനെ? ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതും. ഇതാണ് യാ ഓർഡർ 9 ഫ്രാഗയുടെ ഒരു ഓവർവ്യൂ.